A very good morning to all and a warm welcome to the third unit of pediatrics where we'll be dealing with a child with orthopedic disorders. Here mainly we'll be seeing two conditions which is congenital hip dysplasia as well as clubfoot. So first let's learn about congenital hip dysplasia and often it is also known as congenital hip dislocation. So ഈ രണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ ദർ ഇസ് എ ഡിസ്ലൊക്കേഷൻ ഇൻ ദ ജോയിൻറ്റ്, mainly the hip joint of a newborn, or there is a possibility of dislocation. ഒന്നെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഹിപ്പ് ജോയിൻറ്റിൽ ഒരു ഡിസ്ലൊക്കേഷൻ ആയിട്ടാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും അനാട്ടമിക്കൽ ഡിഫക്ട്സ് കാരണം ഭാവിയിൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനാണ് കൺജനീറ്റൽ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ കൺജനീറ്റൽ ഹിപ്പ് ഡിസ്പ്ലാസിയ എന്ന് പറയുക. സോ ഹിപ്പ് ജോയിൻറ്റിൽ ഒരു ഡിസ്ലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു അനാട്ടമിക്കൽ ഡിഫക്റ്റ് മൂലം ഭാവിയിൽ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയോ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൺജനീറ്റൽ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാം. It is one of the most common congenital malformations. The incidence is about 1 in 750 live births and it is caused by varying degree of displacement of the fetal femoral head from the acetabulum. സോ ഇത് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കൺജനീറ്റൽ മാൽഫോർമേഷൻ ആണ്. ഇതിൻ്റെ ഇൻസിഡൻസ് ഇസ് ആസ് ഹൈ ആസ് 1 in 750 ലൈവ് ബർത്ത്. ഇവിടെ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് അല്ലേ. ഇതിൻ്റെ ബോൾ എന്ന് പറയുന്നത് ഫെമറൽ ഹെഡും അതുപോലെ തന്നെ സോക്കറ്റ് എന്ന് പറയുന്നത് അസെറ്റാബുലോ ആണ്. സോ ഈ ഫെമറൽ ഹെഡ് നമ്മളുടെ സോക്കറ്റിൽ നിന്ന്, അതായത് അസെറ്റാബുലത്തിൽ നിന്നും ഡിസ്പ്ലേസ്ഡ് ആയി വെളിയിലേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ഹിപ്പ് ഡിസ്പ്ലാസിയ. സോ ഇത് രണ്ടും ഫിറ്റ് ആയിട്ടിരിക്കാതെ ഒന്ന് ഇത്തിരി ലൂസായിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ എ കൺജനീറ്റൽ ഹിപ്പ് ഡിസ്പ്ലാസിയ. സോ ഇറ്റ് ഇസ് കോസ്ഡ് ബൈ വേരിയിങ് ഡിഗ്രി ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഫീറ്റൽ ഫെമറൽ ഹെഡ് ഫ്രം ദ അസെറ്റാബുലം. Okay, clear ആയെന്ന് തോന്നുന്നു. So this is what happens in congenital hip dysplasia. Now let's see about the pathophysiology. As I said earlier, normally hip is the ball and socket joint with the head of the femur representing the ball and the acetabulum representing the socket. സോ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോൾ എന്ന് പറയുന്നത് ഫെമറൽ ഹെഡും അതുപോലെ തന്നെ ആ സോക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കാരിയർ എന്ന് പറയുന്നത് അസെറ്റാബുലവും ആണ്. In congenital hip dysplasia, there occurs varying degree of deformity and it causes abnormal development of the components of the hip joint, either head of the femur, acetabulum or the surrounding capsule and the soft tissue. സോ ഈ ഒരു ബോൾ ആൻഡ് കൺജനീറ്റൽ ഡിസ്പ്ലേസിയിൽ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൽ വേരിയിങ് ഡിഗ്രി ഓഫ് ഡിഫോർമിറ്റി ഉണ്ടാവും. ഇതുണ്ടാവാനുള്ള കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് പ്രോപ്പർലി ഡെവലപ്ഡ് ആയിരിക്കില്ല. സോ ഹിപ്പ് ജോയിൻ്റെ കമ്പോണൻസ് ആയ ഒന്നെങ്കിൽ ഫെമറൽ ഹെഡിലായിരിക്കും കുഴപ്പം, അല്ലെങ്കിൽ അസെറ്റാബുലത്തിലായിരിക്കും കുഴപ്പം, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ക്യാപ്സ്യൂൾ വിച്ച് മെയിൻറ്റെയിൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ്, ആ ക്യാപ്സ്യൂളിനായിരിക്കാം കുഴപ്പം. അതുമല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂസിനായിരിക്കാം കുഴപ്പം. So this is about the pathophysiology. Normally ball and socket joint ആണ് നമ്മളുടെ hip joint, where the ball is the femur as well as the socket is the acetabulum. ഈ femur acetabulത്തിൽ നിന്ന് വെളിയിലേക്ക് ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ എ കൺജനീറ്റൽ ഡിസ്പ്ലാസിയ. ഇതുണ്ടാവാനുള്ള കാരണം it may happen due to varying degrees of deformity which is caused by abnormal development of any one component of the ball and socket joint, and the components are onengil the head of the femur is not properly developed, or the acetabulum has some problem, or the surrounding capsule has some problem, or the soft tissues may be having some problem. So ഇതുകൊണ്ടാണ്
നമ്മളുടെ കൺജനീറ്റൽ ഹിപ്പ് ഡിസ്പ്ലാസിയ ഡെവലപ്പ് ആവുന്നത്. About the types of congenital hip dysplasia. The first type is acetabular dysplasia. Acetabular dysplasia എന്താണ് ഉണ്ടാവുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ the head of the femur is well seated in the acetabulum and the capsule is tight, but the problem is with the angle of the acetabulum. ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൽ ഫെമറും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സ്യൂളിനും ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. Here the problem is with the acetabulum. ഇവിടെ acetabulum, the angle of the acetabulum is positioned too far laterally so that dislocation occurs in the later life. നമ്മളുടെ acetabulum ഇരിക്കുന്ന ആംഗിൾ ഇത്തിരി ലാറ്ററൽ ആയിട്ടായിരിക്കും പൊസിഷൻ ചെയ്യുക. അത് കാരണം ഭാവിയിൽ ഫെമറിലിന് വെളിയിലേക്ക് സ്ലിപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. So this is the first type, which is acetabular dysplasia. ഇവിടെ head of the femur okay ആയിരിക്കും. It will be well seated within the acetabulum. Capsule will be okay. അത് നല്ല ടൈറ്റ് ആയിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ട് അതിനെ നമ്മളുടെ ഫെമറിനെ ഇപ്പോൾ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. പക്ഷേ ഇവിടെ പ്രോബ്ലം ഇസ് വിത്ത് ദ acetabulum. Acetabulത്തിന്റെ പൊസിഷൻ ദാറ്റ് വുഡ് ബി more laterally positioned so that dislocation can occur in the later life. So this type is known as acetabular dysplasia. So ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഈ ആംഗിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലാറ്ററലി പൊസിഷൻഡ്. അപ്പോൾ കുട്ടിക്ക് ഒരു ചെറിയൊരു ട്രോമ അല്ലെങ്കിൽ ഒന്ന് ഓടി നടക്കുമ്പോൾ ഈ ഒരു ഫെമർ വെളിയിലേക്ക് സ്ലിപ്പ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. The next type is subluxation. So subluxation, it is the most commonest form of hip dysplasia. Here the capsule is sufficiently lax so that the head of the femur may be partially displaced from its normal position in the acetabulum. So subluxation ക്യാപ്സ്യൂളിനാണ് കുഴപ്പം. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അത്ര ടൈറ്റ് ആവില്ല, അത് ഇത്തിരി വീക്കാവും. അത് കാരണം ഹെഡ് ഓഫ് ദ ഫീമർ അസറ്റാബിലിറ്റിയിൽ നിന്ന് വെളിയിലേക്ക് സ്ലിപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. The hip is dislocatable but is not complete dislocated. So കുട്ടി ജനിക്കുമ്പോൾ അത് ഡിസ്ലൊക്കേറ്റ് ആവണം എന്നില്ല, അത് പ്രോപ്പർലി പ്ലേസ്ഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ ക്യാപ്സ്യൂൾ വീക്ക് ആയതുകൊണ്ട് തന്നെ whenever the child engages in any kind of activity, sternus activity, it may slip out. Because of the pressure on the cartilaginous roof of the joint, ossification is inhibited, resulting in a flattening of the socket. ഇവിടെ ആ ഒരു ക്യാപ്സ്യൂളിൻ്റെ ലാക്സിസിറ്റി കാരണം there will be excessive pressure on the cartilaginous roof of the hip joint. ഹിപ്പ് ജോയിൻറ്റിൻ്റെ കാർട്ടിലേജിനസ് റൂഫിൽ കുട്ടികൾ ജനിക്കുമ്പോൾ അത് ഫുള്ളി ഓസിഫൈഡ് ആവില്ലല്ലോ. അപ്പോൾ ആ ഒരു കാർട്ടിലേജിനസ് റൂഫിൽ എക്സസീവ് പ്രഷർ ഉണ്ടാവും. അത് കാരണം പ്രോപ്പറായിട്ട് ഓസിഫിക്കേഷൻ നടക്കില്ല. ആൻഡ് ഫൈനലി ആ ഒരു ജോയിൻറ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ രൂപമൊക്കെ മാറിയിട്ട് ഒരു ഫ്ലാറ്റ് ജോയിൻ്റ് ആയിട്ട് മാറും. സോ ദിസ് ഇസ് subluxation, which is the most commonest type of hip dysplasia. ഇവിടെ കുഴപ്പമുണ്ടാകുന്നത് ക്യാപ്സ്യൂളിനാണ്. ക്യാപ്സ്യൂള് വീക്ക് ആയതുകൊണ്ട് the head of the femur may partially displaced from its normal position from the acetabulum. ഇവിടെ ഹിപ്പ് ഡിസ്ലൊക്കേറ്റബിൾ ആണ്, പക്ഷെ കുട്ടി ജനിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിസ്ലൊക്കേറ്റഡ് ആവണം എന്നില്ല. പിന്നെ ഇതിൻ്റെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ കാർട്ടിലേജിനസ് റൂഫിൽ എക്സസീവ് പ്രഷർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഓസിഫിക്കേഷൻ നടക്കില്ല. ആൻഡ് ഫൈനലി ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ രൂപമൊക്കെ മാറി ദർ വിൽ ബി ഫ്ലാറ്റനിങ് ഓഫ് ദ സോക്കറ്റ്. സോ ആദ്യം കണ്ട ടൈപ്പ് അസറ്റാബുലാർ ഡിസ്പ്ലാസിയ ആയിരുന്നു. ഇവിടെ കുഴപ്പം അസറ്റാബുലത്തിൻ്റെ ആംഗിളിനാണ്. രണ്ടാമത് കണ്ടത് സബ്ലക്സേഷൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമണസ്റ്റ് ടൈപ്പ്. ഇവിടെ പ്രോബ്ലം ക്യാപ്സ്യൂളിനാണ്. ക്യാപ്സ്യൂൾ ലാക്സ് ആയതുകൊണ്ട് നമ്മളുടെ ഫെമറൽ ഹെഡിന് തെന്നി മാറാനുള്ള സാധ്യത കൂടുതലാണ്. ദ തേർഡ് ഇസ് ഡിസ്ലൊക്കേഷൻ. സോ ഡിസ്ലൊക്കേഷനിൽ കുഴപ്പം വരുന്നത് ദ ഹിപ്പ് ജോയിൻറ്റ് ഇസ് ലാക്സ്, the head of the femur loses contact with the acetabulum, femoral head is displaced superiorly and posteriorly over the fibrocartilaginous ring of the joint,
and the ligamentum teres is stretched and